ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ബ്രെഡും ബീഫ് സ്റ്റൂ ആണ് വേദയുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് എനിക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ. വേദയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്സ് ആയിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കെൻ്റെ മൂന്ന് പോണത് ഒന്നും കഴിക്കരുത്. KFC ബ്രോസ്റ്റഡ് ഉണ്ട്, വേറെ ഫ്രൂട്ട്സ് ഒന്നുമില്ല. ഇത് സോയ ചങ്ക്സ് കറി, അപ്പം. വേദയ്ക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ല ലഞ്ചും അതാണ്. ഇന്ന് ഞാൻ ചോറൊന്നും വയ്ക്കുന്നില്ല കേട്ടോ, കാരണം ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പായസം വെച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ബ്രെഡ് കൊടുത്താലും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെയല്ല, ഈ സ്റ്റൂ പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. കിച്ചണൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്, അതാരും കാര്യമാക്കണ്ട. ഇത് ഞാൻ പായസം വെക്കാനായിട്ട് പാല് തിളപ്പിക്കാം കേട്ടോ. കുറേ ദിവസമായി ഒരു പായസക്കിറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പായസം വെക്കുന്നത്, വേറെ പണിയൊന്നുമില്ല. ഞാൻ പറയുന്നത്, ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുന്നില്ല. എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു ബാക്ക് പെയിനും ബോഡി പെയിനും ഒക്കെ ഉണ്ട്. അപ്പം ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങോട്ടേക്ക് പോകും ഒരു 10-11 മണിയാകുമ്പോൾ. അപ്പോൾ ചോറൊക്കെ വെച്ചുകൊണ്ട് നിന്നാലേ വീണ്ടും ലേറ്റ് ആവും. അതുകൊണ്ട് ഇന്നിപ്പോൾ ചോറ് വയ്ക്കുന്നില്ല. അത് ആക്ച്വലി ഒരു 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ കർക്കിടക ചികിത്സ അതുമായിട്ടുള്ള ഒരു ഇതാട്ടോ. കർക്കിടകം ആയില്ല, അതിന് മുന്നേ ചെയ്യുകയാണ്. ചിലപ്പോൾ കർക്കിടകത്തിന് ഞാനിവിടെ ഉണ്ടാവില്ല. സമയം കിട്ടുന്ന ദിവസം പോയി ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ പോകാമെന്ന് കരുതിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും വയ്ക്കാത്തത്. അപ്പോൾ പായസവും വെച്ച് കിച്ചനും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോഴേക്കും 10 മണിയാവും. അങ്ങനെ പായസം വയ്ക്കുകയാണ്. അതാ ഒരു മിക്സ് ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്നത് കുറേ ദിവസമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പാലട മിക്സാണ്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേദ 2 ദിവസം കൊണ്ട് പറയാണ് ഇത് വയ്ക്കുക, മിക്സ് വയ്ക്കുമെന്ന്. ഞാൻ വെച്ചില്ല. ഇന്നിപ്പോൾ ബോളിയൊക്കെ ഉണ്ടെങ്കിൽ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയിട്ട് വരുമ്പോൾ ബോളിയൊക്കെ വാങ്ങിക്കാം. തിരുമല കേട്ടോ, ഞാൻ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. തിരുമല പൂജപ്പുര അതിന് ഇടയ്ക്കായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഏതുവരെ പോകുമെന്ന് അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഫോണ് ഒട്ടും ചാർജൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി ചാർജ് കുറച്ച് കയറിയ ശേഷം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് കുറച്ചൊന്ന് ലേറ്റായത്. അതുപോലെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. വേദയ്ക്ക് അപ്പമാണ് ഉണ്ടാക്കിയത്. 2 അപ്പം വേദയ്ക്ക് ചുട്ടിട്ട് അതിനകത്തന്നെ വെച്ചിരിക്കുകയാണ്. സ്റ്റൂ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നേട്ട കഴിക്കാൻ വരുമ്പോഴേ അടുത്തിനി അപ്പം ചുടത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വേറെ ഒന്നും ചെയ്തില്ല. ആപ്പിൾ ചെത്തി അവളുടെ ടിഫിൻ ബോക്സിൽ വെച്ചു, ഇതൊക്കെ തന്നെ ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. പായസം വെക്കുന്നു, വേദന സ്കൂളിൽ പോകുന്നു, ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യുന്നു, അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു, പിന്നെ തിരിച്ച് വീട്ടിൽ വരുന്നു. ഫുഡിന്ന് പുറത്തുനിന്ന് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കരുതി കേട്ടോ. ബിരിയാണിയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഞാൻ നമ്മുടെ മിക്സ് ഇട്ട് കേട്ടോ, അതവിടെ കിടക്കട്ടെ, സെമ്മിലിട്ടേക്കാണ്. അപ്പോൾ വേദ കഴിച്ചിട്ട് പ്ലേറ്റ് എനിക്ക് തന്ന്. അപ്പം ഞാൻ കരുതി ഞാനൊരു അപ്പവും കുറച്ച് സ്റ്റൂവും കഴിക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് കഴിച്ചില്ല. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ. അടുക്കള ആരും നോക്കരുത്, വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഇപ്പം വേദ എന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് എല്ലാം ചെയ്യും കേട്ടോ. മുടി കെട്ടും, അവൾ തന്നെ എല്ലാ സാധനങ്ങളും അവളുടെതെല്ലാം എടുത്ത് വയ്ക്കും. അല്ലേടാ വേദ? വേദികയുടെ അമ്മ ആൻറ്റി ചോദിച്ചേ, നീ എന്തിപ്പോൾ കുഞ്ഞ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതണേന്ന്. വേദ വലിയ ഹാൻഡ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരുന്നാണ്. ഇപ്പോൾ കുഞ്ഞ് ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ എഴുതരുത്. ഹയർ ക്ലാസ്സസിൽ ചെല്ലുമ്പോൾ എക്സാമിന് മാർക്ക് കിട്ടൂല. അവർക്ക് റീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ മാർക്ക് തരില്ല. അതുകൊണ്ട് നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. സ്വന്തമായിട്ട് അങ്ങ് എല്ലാം തീരുമാനിക്കുകയാണ്. ഇടിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഇടിയപ്പവും ഒരപ്പം രാവിലെ വേദയ്ക്കാൻ ചുട്ടപ്പോൾ ഫ്ലോപ്പായിപ്പോയി. അവനെയാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. ഫ്ലോപ്പായി മീൻസ് കല്ലിൽ നിളവില്ല. സ്റ്റൂ കൊള്ളാം. ഷെഫ് നമുക്ക് സയൻസ് ഷെഫ് +2 കഴിഞ്ഞ് ഷെഫ് ആവാം. ഒരുപാട് പഠിക്കുകയൊന്നും വേണ്ട. ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം. ശരി, ഇത്ര ഫുള്ള് നീയാ കഴിക്കും. അപ്പം ഞാൻ ഇപ്പം ഇല്ലടാ, ഇല്ലാവണതേ ഉള്ളൂ. അത് പാലടായതുകൊണ്ട് കുറച്ച് വേവാ സമയമുണ്ട്. പോയിട്ട് വരുമ്പോൾ സെറ്റാക്കി വെച്ചേക്കാം. ഓക്കെ. തിരുപ്പതിയിൽ ഞാനും അച്ഛനും കൂടെ ഈ മാസം പോകും. അമ്പലപ്പുഴ പോകണമെന്ന് വെച്ചിട്ട് ഇതുവരെ നടന്നില്ല. എൻ്റെ കുഴപ്പമോ ഇത് ചീമയും സച്ചും കൂടി കൊട്ടിയൂർ പോയിട്ടോ. ഇപ്രാവശ്യം നമ്മൾ കൊട്ടിയൂരൊക്കെ പോകണമെന്ന് വെച്ചു. പക്ഷെ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമുക്ക് കൊട്ടിയൂരപ്പൻ ഇപ്രാവശ്യം കാണാൻ പറ്റില്ല. അടുത്ത വർഷം ഉറപ്പായിട്ടും വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ പോകണം. അപ്പോൾ ചീമ കണ്ണൂരല്ലേ, സച്ചുവും പോയിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും കൂടി കൊട്ടിയൂർ പോയി. എന്നെന്തോന്ന് പോകുമെന്ന് പറയണേ. അയ്യോ, കൊട്ടിയൂരപ്പൻ്റെ
നമ്മളവിടെ പോയി താടിയുടെ അത് നമ്മൾ കൊട്ടിയൂർ പോകുമ്പോൾ ഞാൻ ഐതിഹ്യം പറഞ്ഞുതരാം. അതുമായി ബന്ധപ്പെട്ട് എന്തോ പൂവെന്നതിന് പറയും. ഓ മറന്നുപോയി. ആ പൂവാണിത്. പൂവല്ല, ഇത് ആക്ച്വലി മുളങ്കമ്പ് പോലെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അതിന് അവർ ഇടിച്ച് ഈ പൂ പോലെ ആക്കി എടുക്കുന്നതാണ്. അപ്പച്ച അവിടെ ഉണ്ടാ? അമ്മൂല്ലേ? ഓക്കെ ബൈ ചിപ്പു. അയ്യോ ഇത് വെയിറ്റ്, ഇത് 2 പ്രാവശ്യം ഇങ്ങനെ എടുത്താൽ മതി, ജിമ്മിലൊന്നും പോണ്ട. ബൈ ബൈ ബേബി. വേദ പോയി. ഇനി എനിക്കൊന്ന് കിച്ചൺ ഒതുക്കണം, എക്സസൈസ് ചെയ്യണം. ഞാനിപ്പോൾ എന്നും ട്രെഡ്മില്ലിൽ കയറി കുറച്ച് സമയം എക്സസൈസ് ചെയ്യും. കാര്യമൊന്നുമില്ല, ഒന്ന് നമുക്ക് ഹെൽത്തൊക്കെ നോക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വണ്ണം കുറയുന്ന ആ ഒരു പരിപാടിയൊന്നും അതിൽ കണ്ടില്ല ഞാൻ. എന്തായാലും ഞാനത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. വേദ പോയി കിച്ചൺ ക്ലീൻ ചെയ്തു. ഇനി കുറച്ചുകൂടെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പായസം റെഡിയായി. പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നല്ല പായസം കേട്ടോ, നിറയെ പാലെല്ലാം ഒഴിച്ച് കുറുക്കി എടുത്ത പായസം. ഇനി എക്സസൈസ് ചെയ്യാൻ പോകണം. ത്രെഡ്മില്ല് വയറ് നിറച്ച് വെച്ചിട്ടാണ് എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ഹെൽത്തിനെയൊക്കെ നോക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതുകൊണ്ട് വെയിറ്റ് ലോസ് ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഫുഡ് കഴിക്കാണ്ടിരുന്നാൽ മാത്രമേ എൻ്റെ ഗതിയിൽ വണ്ണം കുറയൂ. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിലൊക്കെ തന്നെ കേട്ടോ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ഷൂസ് ഇടും, അല്ലെങ്കിൽ കാല് വേദനിക്കും. പിന്നെ പാൻസ് ഇടും. അടിയിൽ പാൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ 30 minutes ഒരു 100 calories ബേൺ ചെയ്യും. വലിയ ഗുണമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത്, നമ്മൾ അസുഖങ്ങളൊക്കെ ഒന്ന് കുറച്ചിരിക്കുക, അതിന് വേണ്ടിയിട്ട്, ബോഡി ഒന്ന് വിയർക്കാൻ വേണ്ടിയിട്ട് മാത്രം. പൈസയുടെ കുഴപ്പമെന്ന് വേണമെങ്കിലും പറയാം. ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സീരീസും കണ്ട് ഞാനതങ്ങ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ട്രെഡ്മിൽ എത്രയായി എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കിത് 29,000 ആയത്. പക്ഷേ ഞങ്ങൾക്കിവിടെ വീട്ടിൽ ഏട്ടൻ്റെ ആയാലും ഒരു 80 കിലോ വരെ വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ത്രെഡ്മില്ല് മതി. വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഈ ഒരു ത്രെഡ്മില്ല് പറ്റത്തില്ല കേട്ടോ. വേദയും വല്ലപ്പോഴും വന്ന് ഒരു 5 മിനിറ്റൊക്കെ ചവിട്ടിയിട്ട് പോകുന്നതാണ്. ഞാനിപ്പോൾ സ്പീഡ് കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ ചെയ്യുമ്പോൾ ഓക്കെ ആവും കേട്ടെങ്കിലും മനസ്സിനൊരു സന്തോഷം. നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ അരമണിക്കൂർ നമുക്കൊരു വർക്കൗട്ടെല്ലാം കഴിഞ്ഞ്, വാക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ചിട്ട് ഞാൻ വരാമേ. ഓക്കെ ഗായ്സ്, ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. പൂജപ്പുര പാലാഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദ ഒരു വെൽനസ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ചെറിയ ബാക്ക് പെയിൻ കുറച്ച് ദിവസമായിട്ടുണ്ട്, കുറച്ച് നാളുകളായിട്ടുണ്ട് ഒരു ബാക്ക് പെയിനും ഫുൾ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കരുതി അവിടെ നല്ലൊരു റിവ്യൂ കണ്ടായിരുന്നു പാലാഴി. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോകാൻ കരുതി. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ 1.5 മണിക്കൂർ എന്തോ ആ പ്രൊസീജിയറിന് ടൈമാണെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് നമുക്ക് പോവാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആയുർവേദ ഹെൽത്ത് കെയർ, പാലാഴി ഹെൽത്ത് കെയർ. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 3 days കർക്കിടക ചികിത്സയാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടില്ല. ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ഡോക്ടർ എന്താണ് പറയുന്നത് അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മളെപ്പോഴും നിയറസ്റ്റ് ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലിനിക് അല്ലെങ്കിൽ എന്തൊക്കെ തന്നെയായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എവിടെ നോക്കിയിട്ട് പോകും. അപ്പോഴാണ് ഈ പാലാഴി എൻ്റെ അറിവിൽപ്പെട്ടത്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പൂജപ്പുര വിജയമോനി മില്ലിൻ്റെ കുറച്ച് താഴെയായിട്ട് വരും. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഹായ്, ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡോക്ടർ കൃഷ്ണ അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ, ഇത് ഡോക്ടർ കൃഷ്ണ. ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഡോക്ടർ കൃഷ്ണയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് നോക്കാം. ഞാനിങ്ങനെ കർക്കിടക ചികിത്സയുടെ ഒരു കാര്യമാണ് അവർ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്.
അപ്പോൾ കൃഷ്ണയുടെയൊക്കെ ഫാമിലി ഹോസ്പിറ്റലാണ് പാലാഴി ഹെൽത്ത് കെയർ, കണ്ണദാസ്. കേട്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമുണ്ടല്ലോ, ഒരു ആയുർവേദ കൂട്ടിൻ്റെ എല്ലാം ആ ഒരു മണം നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അങ്ങനത്തെ മണമൊക്കെ നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ബാക്ക് പെയിൻ, ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇങ്ങനൊരു പെയിൻ ഉണ്ടായിരുന്നു. അത് നല്ല നല്ല രീതിയിൽ മൂവൊക്കെ ഇട്ടതങ്ങ് മാറിയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോഴും ഇവിടെ ഒരു വേദന, അങ്ങനെയൊക്കെ ഉള്ളൊരു ബാക്ക് പെയിൻ ആയിട്ടില്ല, ഈ ഒരുപാട് ഇരുന്നിട്ട് എണീക്കുമ്പോഴും സ്ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു. ഈ നടുവിന് കാലിലോട്ട് തരിപ്പുണ്ടോ? കാലിലോട്ട് അങ്ങനെയില്ല, ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് സമയം നിൽക്കുമ്പോൾ ഉപ്പൂറ്റിയിൽ പെയിൻ ഉണ്ട്, രണ്ട് കാലിലുണ്ട്. അത് ഒരുപാട് നിൽക്കുമ്പോൾ ഇപ്പം ചെരുപ്പൊക്കെ ഇട്ടാലും വലിയ കുഴപ്പമില്ല. ഓക്കെ. തരിപ്പാണോ വേദനയാണോ? ഇവിടെ ഉള്ളതൊരു ഇങ്ങനെ ഇങ്ങനെ കൊളുത്തി പിടിക്കും പോലത്തെ വേദന. ഓക്കെ. അടുത്തിൻ്റെ പേര്? ശ്രീകുട്ടി. ഒന്ന് ഞാൻ നോക്കട്ടെ. ശരി. അങ്ങനെ കിടക്കുമ്പോൾ തരിച്ചിറങ്ങുന്ന വേദന? തരിക്കണല്ല, ഒരു കഴപ്പ് പോലെ. കഴപ്പാണ്. എവിടെ? ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ അല്ലേ? കമിഴ്ന്ന് കിടക്കാവോ മേഡം? നാളിലോട്ട് വെച്ച് ഒരു സൈഡിലോട്ട് തല ചരിച്ച് വെച്ച്. ഞാൻ നോക്കുന്നിടത്ത് വേദന ഉണ്ടെങ്കിൽ പറയണേ. ഈ പോർഷനാണോ? അവിടെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അങ്ങോട്ടില്ല, കുറച്ച് അവിടെയും ആ കുഴി പോലുള്ള. ഇവിടെയാണ്. ഇവിടെ അങ്ങനെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സൈഡിലോട്ടും തരിപ്പുണ്ടോ? ഇരിക്കുമ്പോ കുത്തും പോലെ ഇരിക്കുമ്പോ ഇല്ല, ഇതുപോലെ ഇല്ല. ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെയാണ് വേദന. ഇവിടെ വേദന അവിടെ ഇല്ല. ഇല്ല. ഗ്ലൂട്ടിയല്ല അവിടെ ഇല്ല. കാലിലോട്ട് തരിച്ചിറങ്ങുന്ന പെയിനും ഇല്ല. അങ്ങനെയില്ല. ഇങ്ങോട്ടൊന്നുമില്ല, ഈ പോർഷനൊന്നുമില്ല, കഴുത്തിലൊന്നുമില്ല. ഇല്ല. പറയുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇത് ഇവിടെ ഒട്ടും പറ്റില്ല, ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോഴൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അത് ഏട്ടൻ തന്നെ മൂവ് ഇട്ട് 2-3 പ്രാവശ്യം പിടിച്ചപ്പോൾ പിന്നെ ആ പെയിനില്ല. ഇതിപ്പോൾ കുറച്ചൊരു വർഷമൊക്കെ ആയിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് നിൽക്കേണ്ടി വരിക, ഒരുപാട് രാവിലെ എണീറ്റല് ജോലി കഴിയുന്നവരെ നിന്ന്, പിന്നെ റെസ്റ്റ് ഇല്ല, കഴിയുന്നവരെ വെയിറ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അല്ല, അങ്ങനെയൊന്നുമില്ല. മെഡിസിൻസ്, ടാബ്ലറ്റ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇല്ല. മൈഗ്രെയിൻ ഉണ്ട്, അതിന് ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്നില്ല. തലവേദന വരുമ്പോൾ കഴിക്കുക, അത്രേ ഉള്ളൂ. അഭ്യംഗവും 2 അഭ്യംഗവും ഒരു കിഴിയാണ് ഉള്ളത്. അപ്പോൾ നടത്തിന് കിഴി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കിഴിയാവുകയാണെങ്കിൽ ഈ വേദനയും നീരും ഒക്കെ ഇച്ചിരി വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് കിഴി കൂടുതലിടാം. ശരി. ഒരു ദിവസത്തെ അഭ്യംഗ സ്റ്റീം ബാത്ത്, ബാക്കി 2 ഡേയ്സ് കിഴി കഷായധാര, അങ്ങനെ നമുക്ക്. പിത്തം, വാദത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും, മെയിനായിട്ട് നീര് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീര് മാറുമ്പോൾ തന്നെ വ്യത്യാസം വരുന്നത് സ്ട്രെയിൻ തന്നെ, ഓവർ സ്ട്രെയിൻ മസിലിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് മാഡത്തിന് കൂടുതൽ. മസിൽ സ്പാസം പോലെ വന്നിട്ടാണ് ഈ ഒരു വേദന വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്ക് പെട്ടെന്ന് സ്റ്റിഫ്നെസ് തിരിച്ചു വരാം. അപ്പോൾ ഒരു എക്സസൈസ് വേണം, നമുക്കൊരു ഓവർ എക്സേർഷൻ കൊടുക്കാമെന്നല്ല, ആ ജോയിൻറ്റിന് മാക്സിമം മൂവ്മെൻറ്റ് നമ്മൾ ഡെയിലി. ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് ത്രെഡ്മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വലുതായിട്ടൊന്നും ചെയ്യില്ല. അപ്പം ഇത് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് അത് മതിയാവുമല്ലോ. മതി. നമുക്ക് ഓവറായിട്ട് അങ്ങ് വേർത്ത് അങ്ങ് എക്സസൈസ് ചെയ്യണമെന്നല്ല, നമുക്ക് എല്ലാ ജോയിൻസിനും ഒരു മൂവ്മെൻറ്റ് കൊടുത്താൽ മതി. സ്റ്റിഫ്നെസ് വരാതിരിക്കാനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് മാസത്തിലൊരു സ്റ്റീം ബാത്തോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പോവുകയാണെങ്കിൽ മസിലൊന്ന് റിലാക്സ് ആവും. ഓക്കെ. തടവലും മുഴിച്ചിലും തുടങ്ങാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതും കയറി. ഇനി ഇതായിരിക്കും സ്ഥിരം. 10-30 വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ കിഴിയും ഒഴിച്ചിലും ഒക്കെ ഉള്ളൂ ശരണം. ഇതെന്താ ബ്ലാക്ക് ടീ ആണോ? ലൈം അല്ലേ? ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണ് നറുതണ്ടി സിറപ്പ് എന്ന് പറയും. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് എല്ലാം. ശരി. ലൈം ഒഴിച്ചിട്ടുണ്ടോ? അല്ല, അത് മാത്രമേ ഉള്ളൂ. നറുതണ്ടി വെച്ചിട്ടുള്ളത് മാത്രമാണ്. പിന്നെ വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി, ബാക്കി ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ട, എല്ലാം ആഡഡ് ആണ്. ഇവിടെ 25 ഇയേഴ്സ് ആയിട്ട് അച്ഛനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അച്ഛൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയതാണ് പാലാഴി. അങ്ങനെ
ഇപ്പം ഞങ്ങൾ 4th ജനറേഷൻ നടക്കും. ഇപ്പം ആരാ കൃഷ്ണയാണോ നോക്കി നടത്തുന്നത്? ബ്രദറുണ്ട്. ബ്രദർ വീക്ക്ലി 3 days കൺസൾട്ടേഷൻ ഇവിടെ. ഡോക്ടറാണോ? ആയുർവേദ ഡോക്ടറാണ്. ആള് ഒഫ്താൽമോളജിയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് വീക്ക്ലി 3 days ഒഫ്താൽമോളജിസ്റ്റ്, ഐ കൺസൾട്ടേഷൻ, വിഷൻ ടെസ്റ്റിംഗ് അതൊക്കെ ഉണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ ഇവിടെ എന്തിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്? മെയിനായിട്ട് ഐ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ അല്ലാണ്ട് ജീറിയാട്രിക് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ആയുർവേദ കോളേജിൽ റിട്ടയർഡ് ആയ ഒരു ഡോക്ടർ വരുന്നുണ്ട്, ശ്രീകുമാർ സാറ്. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് മെയിനായിട്ട് ഓർത്തോ ഐ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൂടുതൽ. തുടങ്ങാൻ പോവാണ്. വരണം, കുഴപ്പമില്ല. വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും ഒളിച്ചൊളിച്ച് നിൽക്കണം, അത് കുഴപ്പമില്ല. നമ്മൾ സാധാ ഒരു മതി. വീട്ടിൽ വരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ കിടന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. ശരി ശരി ശരി. ഇതാണോ? ഫുൾ വൈബാണല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരുന്നത്. ഇനി ഞാൻ നമ്മുടെ പാലാഴി ഹെൽത്ത് കെയറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഒരു പക്ഷേ ഇവിടെ വരുന്നവർക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. തിരുമല സ്ഥിതി ചെയ്യുന്ന പാലാഴി ഹെൽത്ത് കെയർ 26 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഇവരുടെ തന്നെ ഒരു സിറ്റി യൂണിറ്റ് ബ്രാഞ്ച് കരമനയുണ്ട് കേട്ടോ. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. മെയിൻലി ഐ, പിന്നെ ഓർത്തോ, പ്രസവരക്ഷ, ബ്രൈഡൽ, റിജുവിനേഷൻ, കർക്കിടക ചികിത്സ, അങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. പാലാഴി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോക്ടർ CS കണ്ണദാസ് ആണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നൗ ഇറ്റ് ഈസ് റൺ ബൈ ദ 4th ജനറേഷൻ ഓഫ് ഡോക്ടേഴ്സ്. അത് നേരത്തെ നമ്മൾ കണ്ട ഡോക്ടർ കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണയുടെ അപ്പൂപ്പൻ സ്റ്റാർട്ട് ചെയ്തതാണ് പാലാഴി. ഇപ്പോൾ കൃഷ്ണയുടെ ബ്രദറും അമ്മയും കൂടിയിട്ടാണ് ഈ ഒരു പാലാഴി റൺ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കേട്ടോ. നമുക്ക് ആ റൂമിൽ കയറുമ്പോൾ തന്നെ കിട്ടും. പിന്നെ നമ്മളോട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡ്രസ്സെല്ലാം മാറി. അപ്പോഴേക്കും ആദ്യം എനിക്ക് തന്നതൊരു ഹെഡ് ഓയിൽ മസാജാണ് കേട്ടോ. അയ്യോ, എന്തൊരു സ്ട്രെസ് റിലീഫായിരുന്നു എന്നറിയോ. ഭയങ്കര ഒരു റിലാക്സേഷനും ഒരു റിഫ്രഷ്മെൻറ്റും എന്തൊക്കെയോ ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ ഇല്ലാത്ത എന്തൊക്കെയോ ഒരു പ്രത്യേകതരം ഫീലിങ്സൊക്കെ എനിക്ക് വന്നു കേട്ടോ. അത്രയ്ക്ക് ഫീലിങ്സ് അല്ല, ഒരു സുഖം. ഒരു ഭയങ്കര ഒരു ആ ഹെഡ് അവർ മസാജ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. ഞാൻ സത്യം ഇത്രയും ഈ പിഴിച്ചിൽ തടവാൻ പോകണു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ ഇത്രയും സുഖമുള്ളൊരു പരിപാടി ആണ് ഇതൊന്നും ഒരിക്കലും കരുതിയില്ല കേട്ടോ. അത്രയ്ക്കും നല്ലൊരു സുഖമുള്ളൊരു പരിപാടിയാണിത്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരെല്ലാം സർട്ടിഫൈഡ് ട്രെയിനേഴ്സും നല്ല പ്രൊഫഷണലിസത്തോടു കൂടി ചെയ്യുന്നവരാട്ടോ. എത്രയോ വർഷത്തെ പരിചയമുള്ള, എനിക്കിപ്പോൾ ഈ ഹെഡ് മസാജ് ചെയ്യുന്ന ആൾ തന്നെ 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ് ഇവിടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഓയിലായാലും എന്ത് തന്നെ ആയാലും, ഫേസ് പാക്ക് ആയാലും എന്തായാലും അതെല്ലാം ഇവർ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയ വെൽക്കം ഡ്രിങ്ക് തന്നെ അവരിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. എന്തിന് പറയുന്നു, ഞാൻ ഇവരുടെ ഒരു ഷാമ്പൂ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുമല്ലോ, അപ്പോൾ ഷാമ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലും ഇവരിവിടെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവരുടെ ഒരു മസാജിങ്, ആ ഒരു രീതിയും നമ്മളെ അവർ നോക്കുന്ന, നമ്മളൊരു ആസ് എ പേഷ്യൻ്റ് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കെയർ അതിലും ഉപരിയായിട്ടാണ് അവർ നമ്മളെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പേഷ്യൻ്റ് ആയിട്ടല്ലല്ലോ പോകുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു റിലാക്സേഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും പോകുന്നത്. ഇവർക്കൊരു 1 day ട്രീറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. അത് മന്ത്ലി എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കർക്കിടക ചികിത്സ കാര്യങ്ങളൊക്കെ 6 month ഗ്യാപ്പിലാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 1 day പ്രൊസീജിയർ എനിക്കൊരു ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നി. കാരണം നമുക്കിനി നമ്മൾ അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി അതിന് മുന്നേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ബോഡിയെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സെൽഫ് കെയർ നമ്മുടെ ബോഡിക്ക് കൊടുക്കുക. അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് അതിന് മുന്നേ നമ്മളെ ബോഡിയെ ആഹാരവും വെള്ളവും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക. അപ്പോൾ ഈ ഒരു 1 day പ്രൊസീജിയർ മന്ത്ലി വന്ന് എടുക്കുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 3 month ഗ്യാപ്പിലെങ്കിലും എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും എന്നുള്ളത്. അത് ഈ ഒരു
ജസ്റ്റ് ആ ഒരു ഹെഡ് മസാജ് കിട്ടിയപ്പോഴേ ഞാനത് മനസ്സിൽ ഉറപ്പിച്ചു കേട്ടോ. പറ്റുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കും. അത് ആ കിട്ടിയ ഒരു ഫീല് നമ്മളിനി എന്ത് ചെയ്താലും കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടും ആ സമയങ്ങളിലെല്ലാം ഞാൻ വന്ന് ഈ ഒരു മന്ത്ലി പ്രൊസീജിയറോ അല്ലെങ്കിൽ ഇതുപോലൊരു കർക്കിടക ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്നെൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ ഇവിടെ റൂംസ് അവൈലബിൾ ആണ്. ദൂരോട്ടുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ദിവസവും പോയി വന്ന് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ തന്നെയാണെങ്കിലും ഇവിടെ വന്ന് അഡ്മിറ്റായി നമുക്ക് ചെയ്യാവുന്നതാണ്. എത്ര ദിവസത്തെ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രസവരക്ഷ എന്ന് പറയുന്നത് അവർ പാക്കേജായിട്ട് വീട്ടിൽ വന്നും ചെയ്തു തരും. എല്ലാ സാധനങ്ങളും നമുക്ക് ആ പ്രസവരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വേദകലം ഉൾപ്പെടെ അവർ കൊണ്ടുവന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞത്. വീട്ടിൽ വന്ന് ചെയ്യും. അല്ല എങ്കിൽ ഇവിടെ അഡ്മിറ്റായി അങ്ങനെ എത്ര ദിവസത്തേക്കെന്നുള്ള രീതിയിൽ പ്രസവരക്ഷ ചെയ്യാം. അല്ലെങ്കിൽ ദിവസം വന്ന് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആ ഒരു എല്ലാ രീതിയിലും നമുക്ക് ഏതാണോ കംഫർട്ട് ആ ഒരു രീതിയിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവരുടെ സർവീസ് എല്ലാം. പക്ഷേ സത്യമായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പിന്നെ എപ്പോഴും ചെയ്യാൻ തോന്നും. വർഷത്തിലൊരിക്കലെങ്കിലും എപ്പോഴും ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇനിയൊക്കെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പ്രായമായി വരുന്നുണ്ട്. ഇനിയൊക്കെ ഇത് കുറേശ്ശെ നമ്മൾ കുറച്ച് കെയർ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫേഷ്യൽ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും അതിനെക്കാട്ടിയൊക്കെ കിട്ടുന്ന ഒരു ഫീലാണ് ഇവിടെ ഒരു ഓയിൽ മസാജോ ഹെഡ് മസാജോ ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ പാർലറിൽ പോയി സ്പാ ചെയ്യുന്നതിനെക്കാട്ടി അല്ലെങ്കിൽ പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി ഫാർ ബെറ്റർ ഓപ്ഷനാണ് ഈ പറഞ്ഞ 1 day പ്രൊസീജിയർ കേട്ടോ. അത് നമ്മൾ മാസത്തിലൊരിക്കൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫുൾ ബോഡിക്കാട്ടോ അത് യൂസ്ഫുൾ. നമ്മളിപ്പോൾ ഫേഷ്യൽ ചെയ്താലും നമുക്ക് ഫേസിന് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. ഇതങ്ങനെയല്ല, നമ്മുടെ ഫുൾ ബോഡിക്കാണ് യൂസായിട്ട് വരുന്നത്. അതിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു 1 day പ്രൊസീജിയർ വരുന്നത് കേട്ടോ. പിന്നെ 3 days ഉണ്ട്, 7 days ഉണ്ട്, 5 days ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പാക്കേജ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസായിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന അത്രയും ഡേയ്സിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇപ്പം അല്ല നമ്മൾ ജസ്റ്റ് ഇതുപോലൊരു റിലാക്സേഷനോ ഒരു സ്ട്രെസ് റിലീഫിനോ ഒക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു 1 day പ്രൊസീജിയർ ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ. ഇവർക്കിപ്പോൾ കർക്കിടക ചികിത്സ പാക്കേജ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് 3 days ഉണ്ട്, 5 days ഉണ്ട്, 7 days ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രീ ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടും. കപ്പിൾസിനും അതുപോലെ കോർപ്പറേറ്റ് എംപ്ലോയീസിനും കിട്ടും കേട്ടോ. കപ്പിൾസൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവേ. അതുപോലെ തന്നെ ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യം, പാലാഴി എന്ന് പറഞ്ഞിട്ട് പേരിൽ വേറെയും ആയുർവേദ ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 26 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ ഡോക്ടർ കണ്ണദാസ് സ്റ്റാർട്ട് ചെയ്ത ഒരു പാലാഴി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ തിരുമല ഉള്ള ഈ ഒരു സ്ഥാപനമാണ്. പിന്നെ അവർക്കൊരു ബ്രാഞ്ച് ഉള്ളത് കരമനയും മാത്രമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇതുപോലെ ട്രീറ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. എൻ്റെ കൂടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഡൗട്ട് ചോദിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ എന്ന് പറയുന്നത് ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ ഉഴിച്ചിലും വീഴ്ചയിലും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം എന്നെ പുകയ്ക്കാനായിട്ട് ഇരുത്തിയിരിക്കുക കേട്ടോ. സ്റ്റീം ബാത്തിന് ഇരുത്തിയേക്കാണ്. അതും കഴിഞ്ഞിട്ട് ഫൈനൽ പോയി ഒന്ന് കുളിച്ച് ഉഷാറായിട്ട് വന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ തന്നെ ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മോ എവിടെ നോക്കിയാൽ കിട്ടി എന്തൊക്കെയോ ഒരു ഫീൽ കേട്ടോ, സത്യം. എന്നിട്ട് ഞാൻ വന്ന് വേറൊരു റൂമിലിരിക്കുകയാണ്. ഇനി മുടിക്ക് കൂടെ കുറച്ചൊരു സ്മോക്ക് എഫക്റ്റൊക്കെ കൊടുക്കണം കേട്ടോ. മുടി നമ്മൾ നാച്ചുറൽ രീതിയിൽ ഡ്രയർ ചെയ്ത് ഒരു നാച്ചുറൽ ഫ്രാഗ്രൻസ് ഒക്കെ നമ്മുടെ മുടിയിൽ കിട്ടും. ഡ്രയർ പ്ലസ് ഫ്രാഗ്രൻസ് ആണ് കിട്ടുന്നത് കേട്ടോ. ഒരു നാച്ചുറൽ ഡ്രയറും ഒപ്പം ഒരു മണവും. അറിയാമല്ലോ പണ്ടൊക്കെ കാലങ്ങളിൽ മുടി ഉണക്കിയിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അന്നൊക്കെ നിറയെ മുടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മുടി പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെ കൂടി മുടി ഉണക്കുന്നത് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ എൻ്റെ കോഴിവാല് പോലുള്ള മുടിയും അവർ ചെയ്യുക കേട്ടോ. പിന്നെ ഇങ്ങനെ തലയിലിങ്ങനെ പൊടിയെല്ലാം ഇട്ട് തരുന്നുണ്ട്.
കുഞ്ഞിൽ പോലും ഇതൊന്നും ഞാൻ ഇട്ട് ശീലമില്ല കേട്ടോ. അത് ഇപ്പോൾ എനിക്കിതെല്ലാം ഇട്ട് തന്ന് ഭയങ്കര ട്രഡീഷണലായിട്ട് അതിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മസാജിങ് ആണെങ്കിലും ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവരത്രയും ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. ഉറപ്പായിട്ടും നമുക്കിവിടെ പോയാൽ അവരുടെ ആ ഒരു സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഭയങ്കര 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 സുഖമുള്ള, വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. നമ്മുടെ ബോഡിക്ക് അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. നമുക്കും അതൊരു മനസ്സിൽ തട്ടി പറയാം കേട്ടോ. മനസ്സിൽ നമുക്കൊരു പ്രത്യേക ഒരു സുഖവും ഫീലും കിട്ടും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിരിക്കാം. എല്ലാവരും വിളിച്ച് മെൻഷൻ ചെയ്യുക. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, വേറെയും പാലാഴിയുണ്ട്, മാറിപ്പോകരുത്. എന്തായാലും ഞാൻ ലൊക്കേഷനെല്ലാം കൊടുത്തിരിക്കാം. അത് നോക്കി പോയാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ ഈ ഒരു പാലാഴി തന്നെ വരിക. ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഏതെന്ന് വെച്ചാൽ എടുക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് റിലാക്സേഷൻ എന്നറിയോ, ഇനി പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഇനി 2 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത്രയും സുഖമുള്ള ഒരു പരിപാടിയാണെന്ന് ഞാൻ സത്യമായിട്ട് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പാലാഴി ഹെൽത്ത് കെയർ ലൊക്കേഷനൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. ട്രിവാൻഡ്രത്തുള്ളവർ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് വരും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഇതൊന്ന് അനുഭവിച്ച് നോക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യാൻ തോന്നും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി. നമ്മൾ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിയൊക്കെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഓയിൽ മസാജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അതെ, ഡ്രയർ ഒരു സ്മോക്ക് എഫക്റ്റൊക്കെ തന്ന് മുടിക്കൊക്കെ തന്നെ എന്ത് മണമായിരിക്കും എന്നറിയോ. ഇതെല്ലാം കഴിഞ്ഞു. ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ലൊക്കേഷനും കാര്യമൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാവേ. ആവശ്യമുള്ളവർക്ക് ആ ലൊക്കേഷൻ നോക്കി വന്നാൽ മതി കേട്ടോ. ശരി കേട്ടോ, ഓക്കെ. നാളെ ഈ സമയം വന്നാൽ മതിയോ? ശരി ശരി. കഷായമാണ് അന്തകമ്മൽ വീത് 2 നേരം ആഹാരത്തിന് മുമ്പാണ് കഴിക്കാനുള്ളത്. അതിൻ്റെ കൂടെ ഒരു ടാബ്ലറ്റ്സ് ഉണ്ട്. രാവിലെ 2 ടാബ്ലറ്റ്സ്, വൈകുന്നേരം ബിഫോർ ഫുഡാണ് കഴിക്കാനുള്ളത്. ശരി ശരി. മോർണിംഗ് 9 AM തൊട്ട് ഈവനിങ് 3:30 വരെ ഇവിടെ ഉണ്ട്. ലൊക്കേഷനും കാര്യമൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് റിഫ്രഷായി, സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ഇത്രയും ഫീൽ കിട്ടുമെന്ന് ഞാൻ സത്യമായിട്ട് അറിഞ്ഞില്ല. അപ്പോൾ അവരെന്തോ പൊടിയൊക്കെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. എൻ്റെ മെഡിസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഭയങ്കര ഒരു ഫീൽ തന്നെ കേട്ടോ, സത്യം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര നമുക്ക് ബോഡിക്കൊക്കെ എന്ത് കൂളായിട്ടുണ്ടെന്നറിയോ. അപ്പോൾ പോവാം. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ചോറൊന്നും വച്ചില്ലല്ലോ. അപ്പോൾ പോകും വഴിക്ക് നമ്മുടെ തിരുമല പഴങ്കഞ്ഞി കിട്ടുന്നൊരു കട ഉണ്ടല്ലോ, മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നമുക്കൊരു പഴങ്കഞ്ഞി എല്ലാം കുടിച്ചിട്ട് പിടിപ്പാം. അത് പാഴ്സൽ വാങ്ങുന്നു ഒന്നും അറിയില്ല, എനിക്ക് വേണ്ട, ഏട്ടന് മാത്രം മതി. അപ്പോൾ അവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ കേട്ടോ ആ കട, നമ്മുടെ തിരുമല സിറ്റി പാലസ് അതിന് തൊട്ട് മുകളിൽ, പെട്രോൾ പമ്പിൻ്റെയൊക്കെ തൊട്ട് മുകളിലുള്ള കടയാണ്. എപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു പഴകഞ്ഞി പാഴ്സൽ ആൻറ്റി. ആദ്യം ആൻറ്റിക്ക് എന്നെ മനസ്സിലായില്ല കേട്ടോ, പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത ആ ഒരു പരിചയം മാത്രമാണ് എനിക്ക് ഇവരായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അവരുടെ കിച്ചണിൽ വരെ സ്വാതന്ത്ര്യത്തോടെ കയറാനുള്ളൊരു സമ്മതം തന്നിട്ടുണ്ട്. കാരണം അന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വന്നു. ഞാനും വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വന്നതല്ല, ഒരു ഡെയിലി ലൈഫിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തു ഇട്ടു. അപ്പോൾ അവരും ആരോ ഒരാൾ വന്നെടുക്കുന്നു ഇടുന്നു, അത്ര മാത്രമേ അവർ കരുതിയുള്ളൂ. പക്ഷേ അത് അപ്ലോഡ് ചെയ്ത് അടുത്ത ദിവസം എൻ്റെ നമ്പറിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വീഡിയോസ് കണ്ട് ഈ കടയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെയും ഈ കടയിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വാങ്ങാനായിട്ട് വന്നത്. എങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വന്നു എന്നുള്ള സന്തോഷത്തിൽ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതും എനിക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വീഡിയോ എടുക്കണോ പോകണോ എന്നല്ലാണ്ട് ആരും പിന്നെ വിളിക്കാനോ പറയാനോ ഒന്നിനും നിൽക്കത്തില്ല. പക്ഷെ അവർ വിളിച്ച് പറഞ്ഞു, അതൊരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരു സ്ഥലത്ത് പോയി നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴും ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ. നമ്മളെക്കൊണ്ട്
ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സഹായം. ചിലർക്കുണ്ട് ഇവളുമാർ വന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കച്ചവടം നടക്കില്ല എന്നുള്ള ഭാവത്തിൽ ചിലരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവളുമാർ വന്ന് വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ എന്താവാനാ എന്നത് കരുതുന്നവരും ചിലരുണ്ട്. പക്ഷെ നമ്മൾ വന്ന് വീഡിയോ എടുത്തിട്ട് 5 പേരെങ്കിലും അവരെ കടയിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹവും സന്തോഷവും ഒന്ന് വേറെയാണ്. ആ ഒരു സ്നേഹവും സന്തോഷവും ദേ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ എന്ത് വേണം കേട്ടോ. അപ്പോൾ കട പഴങ്കഞ്ഞിക്കട തിരുമലയാണ്. തിരുമല പേയാട് പോകുന്ന റോഡിൽ പെട്രോൾ പമ്പ് എത്തുന്നതിന് തൊട്ട് മുകളിൽ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ അവരുടെ പഴങ്കഞ്ഞി. പാവം ഭയങ്കര സന്തോഷം. അന്ന് ഒരു ദിവസം നമ്മൾ വീഡിയോ എടുക്കാൻ ഞാൻ വെറുതെ പോയി, നമ്മൾ എവിടെയോ പോയിട്ട് കുംഭമേളയ്ക്ക് എന്തോ പോയിട്ട് വന്ന് ക്ഷീണിച്ചിരുന്നിട്ട് വന്ന് പഴങ്കഞ്ഞി കഴിക്കാമെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ വെറുതെ വീഡിയോ എടുത്തിട്ടതാണ്. പക്ഷെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ. അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ടോ. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലേക്ക് കേട്ടോ ആൻറ്റിയും ആ ചേട്ടനും ഒക്കെ. വേദയ്ക്ക് ബോളി വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. എന്നെ കൊല്ലും കേട്ടോ. അതുവരെ പോയതാണ്, എന്നിട്ട് മറന്നുപോയി. പൂജപ്പുരം നല്ല ബോളി കിട്ടും ചൂടോടെ, പക്ഷേ ഞാൻ മറന്നുപോയി. ഇവിടെ എങ്ങും ഇനി ആ നല്ല ബോളി കിട്ടത്തില്ല. വീട്ടിൽ വന്നു 1:15, 2:30 വേദ എത്തും. അതുവരെ കിടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങണം കേട്ടോ. നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ട്. എവിടെ ചിപ്പു? ബോളി വാങ്ങിച്ചില്ലടി. എടാ മറന്നുപോയി, സത്യമായിട്ട് മറന്നുപോയി. തിരുമല എത്തിയപ്പോഴാണ് ഓർമ്മിച്ചത്. സോറി. പായസം മാത്രമായിട്ട് കഴിയും. സോറി. ഇനി അടുത്ത ദിവസം വാങ്ങിച്ചു വെച്ചേക്കാം. വേദക്കുട്ടി വന്നു, കുളിച്ചു. വന്ന സമയം മുതൽ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ബോളി വാങ്ങിച്ച് കൊടുക്കാത്തതിൻ്റെ നീരസം നന്നായിട്ട് വേദയ്ക്കുണ്ട്. സോറി ചിപ്പു. ഞാനും ഉറക്കം വന്നില്ല കേട്ടോ. ചുമ്മാ അങ്ങനെ കുറേ സമയം കിടന്നു. ക്ഷീണമെല്ലാം മാറിയപ്പോഴേക്കും വേദ വന്നു. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഇങ്ങനെയൊക്കെ തടവിയത് കൊണ്ട് ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ക്ഷീണമില്ല, പക്ഷെ ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കുറച്ച് സമയം ഇങ്ങനെ കിടന്നപ്പോൾ അതങ്ങ് മാറി. ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇനി പരിപാടി കുറേ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് പോയത്. അത് കൊണ്ടുപോയി വിരിച്ചിടണം. രാവിലെ വെച്ച പായസം കഴിഞ്ഞ കേട്ടോ. ഞാനും വേദയും കൂടി തന്നെ കംപ്ലീറ്റ് കുടിച്ച് തീർത്തത്. ഇനി അടുത്ത ചായ ഇടാം. പായസം പാത്രം കഴുകി വയ്ക്കുകയാണ്. പായസം കുടിച്ച് വയറ് നിറഞ്ഞു വല്ലാതെ ഇരിക്കും. ഈ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാനൊന്ന് ഉച്ചയ്ക്ക് പോലും ഒരു വകയും കഴിക്കാത്തത് കേട്ടോ. ചായ ഇടാം. ചായയും ബ്രെഡ് ടോസ്റ്റ്. വേദ നിനക്ക് ബ്രെഡ് ടോസ്റ്റ് വേണോ? ആദ്യം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ഞാൻ ക്യാമറ വച്ചിരിക്കണം, എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. ബട്ടർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗീയിൽ തന്നെയാണ് ടോസ്റ്റ് ചെയ്യുന്നത്. നിനക്ക് ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് പഠിക്കാനുള്ളത് കാണിച്ചത്. എന്നിട്ട് എന്തൊന്ന് കറങ്ങി നടക്കാതെ ആക്ടിവിറ്റി ചെയ്. പിന്നെ ചെയ്യണ്ടേ? എന്തോ നല്ലത് ചെയ്യാനുള്ളതല്ലേ. ഇത് ജിയിലെ ബട്ടർ ബ്രെഡാണ്. ആക്ച്വലി ഇതിന് ഗീയുടെ ആവശ്യമില്ല, എങ്കിലും കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഓൾറെഡി ഗീ ഉണ്ട്. ഇത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്യണം. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യുന്ന നൈഫൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് കേക്ക് ഉണ്ടാക്കൽ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിയ നൈഫ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനി എടുക്കുന്നില്ല. ബട്ടറൊക്കെ ഒരു സൈഡിൽ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ബട്ടറിൻ്റെ ആവശ്യമില്ല, എങ്കിലും അതൊരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലതുപോലെ ബ്രെഡിൻ്റെ ആ ഒരു ഇതൊക്കെ വേണ്ടേ, ബട്ടറിൻ്റെ ഒരു ഇതൊക്കെ വേണ്ടേ. സൂര്യനുള്ളപ്പോഴെല്ലാം ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് എല്ലാം ചെയ്യുന്നത്. ഒരു സൈഡ് കനം കൂടുതൽ, ഒരു സൈഡ് കനം കുറവായിപ്പോയി. കുഴപ്പമില്ല.
ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അങ്ങനെ നമുക്ക് സോളാറൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വെയിലുള്ള സമയങ്ങളിലെല്ലാം ഇൻഡക്ഷനിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ പാത്രങ്ങളും വെക്കാമെന്ന് പറഞ്ഞിട്ട് കട്ടി കുറഞ്ഞ പാത്രങ്ങൾ വെക്കാൻ പറ്റില്ല കേട്ടോ. അത് അപ്പോൾ കിടന്ന് തുള്ളുന്നു, ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ കട്ടിയുള്ള പാത്രങ്ങളെ വെക്കാൻ പറ്റത്തുള്ളൂ. അലൂമിനിയൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, സ്റ്റീല്, അലൂമിനിയം എല്ലാം. ഇതിവിടെ നിന്ന് കാണിച്ചു കാണാവോ എന്തോ. 2 സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതാണേ. ചായ ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് വയ്ക്കുന്നത്. ഇതിപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ചായയുടെ, അല്ലെങ്കിൽ എല്ലാം കൂടി കുളമാവും. നീ പോയിരുന്ന പടി എൻ്റെ കൊച്ചേത്തിരി. എന്തിന് നീ ഇവിടെ എല്ലാം ഇരുന്ന് പഠിക്കുന്നത്? ഇവിടെ ഇരുന്നാ നീ ആക്ടിവിറ്റി ചെയ്യണത്? ആ എന്ത് ഡൈനിങ്? ഓ അതെന്താ എൻ്റെ ഇവിടെ ചോദിക്കണത്? വീഡിയോ എടുക്കണം. ഞാൻ ഇവിടെ നിന്നല്ലേ വീഡിയോ എടുക്കണം, അവിടെ അല്ലല്ല. ചപ്പാത്തി റെഡി. ചപ്പാത്തി ബ്രെഡ് റെഡി. ചായ. വേദയ്ക്ക് ചായ വേണ്ട, എനിക്ക് ചായ വേണ്ട, ഏട്ടന് മാത്രം മതി ചായ. വേദ ബ്രെഡ് റെഡിയാണേ. ആകെ കൂടിയൊരു പുക മയമല്ലേ? ടീ മീഡിയം കടുപ്പം, മീഡിയം ഷുഗർ. ഒരാൾക്ക് വേണ്ടി ചായയൊക്കെ ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ലേ. ഇതെൻ്റെ കോഫി, ബ്ലാക്ക് കോഫി ആൻഡ് ബ്രെഡ് ടോസ്റ്റ്. ഒരു പകുതിയെ പായസം കുടിച്ച് വയറെന്നറിയുന്നു. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ അല്ലേ. നമ്മുടെ ചായയും റെഡി, ചായയും കടിയും റെഡി. കടുപ്പം കുറച്ച് കുറഞ്ഞു പോയട്ടോ ചായക്ക്. ഇനി അടുത്ത് ചായ കുടിച്ച സമയം എത്ര? 4 മണിയായി. ഇനി സമയം നോക്കാണ്ടാണ്. 4:30, 4:45 വേദയും കൊണ്ട് ട്യൂഷന് പോകും. 5 മണിക്ക് വേദയ്ക്ക് ട്യൂഷനാണ്. 6:30 വരെ വേദയ്ക്ക് ട്യൂഷനുണ്ട്. ഞാൻ വേദ ട്യൂഷനാക്കിയിട്ട് വന്ന് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോഴേക്കും വേദ വിളിക്കാനുള്ള സമയമാവും. പിന്നെ പോയി വേദയെ വിളിച്ചിട്ട് വരും. പിന്നെ രാത്രിയിലത്തെ പരിപാടിയാകും. അങ്ങനെ ബിസിയോട് ബിസി. ഇന്നിപ്പോൾ രാത്രി എന്താണെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. മീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി പുറത്തുനിന്ന് വാങ്ങുന്നോ എന്താണെന്ന് അറിയില്ല. ഒന്നും വച്ചിട്ടില്ല. സോ ചായയും ബ്രെഡ് ടോസ്റ്റും റെഡി. ചായ, ബ്രെഡ് ടോസ്റ്റ്. വേദയ്ക്ക് ട്യൂഷന് പോകാനുള്ള സമയമായി. ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടോ, അത് പറയാൻ മറന്നുപോയി. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല, ഏട്ടൻ മാത്രം. എല്ലാം ഏട്ടൻ മാത്രം. അപ്പോൾ ഇനി വേദയെ ട്യൂഷനാക്കിയിട്ട് ഞാനും ഏട്ടൻ കൂടി ഒന്ന് പുറത്തേക്ക് ഒരു കുഞ്ഞു കറക്കം. ആ കറക്കം സർപ്രൈസായിട്ടിരിക്കട്ടെ. എവിടേക്കാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ഈ ഒരു മാസം തന്നെ പറ്റുകയാണെങ്കിൽ വെളിപ്പെടുത്താതെ എന്താണ് കറക്കമെന്നുള്ളത്. യാത്രയൊന്നുമല്ല കേട്ടോ, എങ്ങും പോകുന്നില്ല. ചിലപ്പം പോവും, പക്ഷെ ഒരു കുഞ്ഞു സന്തോഷം. അത് പതിയെ വെളിപ്പെടുത്താം. ഇപ്പം പറയില്ല. അതിൻ്റെ ആവശ്യമായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും അത് സർപ്രൈസായിട്ടിരിക്കട്ടെ അല്ലേ. ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ചോദിക്കുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡാണെങ്കിൽ ഇത് സ്റ്റുഡിയോയുടെ ഷെയ്ഡാണ്. കഴിഞ്ഞ കേട്ടോ ആ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡായിരുന്നു. അത് കഴിഞ്ഞു. ഇനി സ്റ്റുഡിയോയിൽ പോയാൽ ഇത് കിട്ടുമോയെന്ന് അറിയത്തില്ല. ന്യൂഡ് ഷെയ്ഡാണ്. എൻ്റെ നമ്പർ B231361 അങ്ങനെ എഴുതിയിട്ടുള്ള കേട്ടോ. ഇവിടെ എങ്ങുമില്ല, ഉള്ളത് പോയെന്ന് തോന്നുന്നു. സ്റ്റുഡിയോയുടെ ഒരു ന്യൂഡ് കളറാണ്, ന്യൂഡ് ഷെയ്ഡാണ്. ഓക്കെ,
അത് തന്നെ ഇപ്പോൾ ഇല്ല, അത് കഴിഞ്ഞു. പക്ഷെ ഒരുപാട് നാളായി കേട്ടോ. എനിക്ക് മുടി എടുത്തരും. ഈ ഫാഷൻ പരേഡിനൊന്നും ഇല്ലല്ലോ പോണ. ഇപ്പോൾ ഓക്കെ അല്ലേ? എടുക്കും അവിടെ. എൻ്റെ മുടി നനങ്ങിയിരിക്കണേ. ഓക്കെ, ഞാൻ റെഡിയാണ്. വേദയുടെ ട്യൂഷൻ ചേച്ചിയുടെ സ്ഥലം എത്തി. മുന്നേ വേദ വന്നുകൊണ്ടിരുന്ന ചീമയുടെ ഫ്രണ്ട് സംഗീതയുടെ അവിടെയാണ് വേദ എപ്പോഴും ട്യൂഷന് വരുന്നത്. ഓക്കെ, നമ്മൾ വേദയെ വിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ആവശ്യമുണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് വേദയെ വിളിക്കാനായിട്ട് പോവാണ്. ഇരുട്ടി കേട്ടോ, 6:30 വരെയാണ് നമുക്ക് ക്ലാസ്. കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഓടി ചെല്ലട്ടെ. കുഴപ്പമില്ല, വീട്ടിലല്ലേ ട്യൂഷൻ, അതുകൊണ്ട് അവിടെ ഇരിക്കും. എങ്കിലും നമ്മൾ നേരത്തെ പോട്ടെ. വേദയെ ട്യൂഷനെന്ന് വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് വേദയ്ക്ക് ആക്ടിവിറ്റീസ് പഠിക്കാനുള്ള സമയം ഇല്ലാണ്ടാണ് സ്കൂളിൽ നിന്ന് ആക്ടിവിറ്റീസ് തരുന്നത്. ഇങ്ങനെ തന്നാൽ പിള്ളേർ എപ്പോൾ പഠിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ഡിന്നർ സെറ്റ് ചെയ്യാണ്. ഡിന്നർ സെറ്റ് ചെയ്യാനൊന്നുമില്ല, ഗോതമ്പ് ദോശയും ചമ്മന്തിപ്പൊടി, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയാ മാഗി ഉണ്ടാക്കുന്നത്. പായസമെല്ലാം കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഇതൊന്ന് പിടിച്ചേടാ, ഒരു മിനിറ്റ്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് കഷായവും ടാബ്ലറ്റും ഒക്കെ തന്നിട്ടുണ്ട്. ഇത് 2 കഴിക്കാൻ തന്നിട്ടുണ്ട്. അതുകൂടെ കഴിക്കാം. മസിലൊക്കെ ഒന്ന് അളവട്ട്. മസിൽ കുരുങ്ങിയിരിക്കല്ലേ. ഇത് 50 ml എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കും 50 ml ആണെന്ന്? വെയിറ്റിംഗ് മെഷീൻ ലോക്ക്. അതെ, ml അല്ലല്ലോ. ml അല്ലല്ലോ, 10 ml എന്ന് പറയുമ്പോൾ ഇതൊരു 5 ml ആയിരിക്കും അല്ലേ ഈ അടപ്പ്? ഒരു 5 ml എന്ന് കണക്കാക്കി കുടിക്കാം. 5 പ്രാവശ്യം കുടിക്കണം അല്ലേ? 10 ആയില്ലേ? എന്തോ 15 20. എത്ര കുടിക്കാൻ പറഞ്ഞ? 25 30. മതി ഇങ്ങനെ കുട്ടി. 35 40 45 50. നാളെ അവിടെ നിന്ന് ഒരു മെഷറിങ് ഇതൂടെ വാങ്ങിക്കണം. നാളെ കൂടുതൽ വിളിച്ചെന്തോന്നാവും സത്തു. അപ്പം ഇനി ദോശ ചുട്ട് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ മാഗി എന്നൊക്കെ പറയുന്നുണ്ട്. മതി, ഇന്നത്തെ ഡേ കഴിഞ്ഞില്ലേ? നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു നല്ല വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.